നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റിനിൽ സോഷ്യൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ച് ഫണ്ട് കൈക്കലാക്കിയ സംഭവത്തിൽ പ്രതികളെ നിയമ നടപടികൾക്ക് വിധേയരാക്കി. ബഹ്റിനിൽ സോഷ്യൽ ഇൻഷുറൻസ് സ്ഥാപനത്തെയും ലേബർ ഫണ്ടിനെയും കബളിപ്പിച്ച് 2,30,000 ബഹ്റിൻ ദിനാർ തട്ടിയെടുത്ത കേസിൽ 10 ഉന്നത ജീവനക്കാരെയാണ് നിയമ നടപടികൾക്ക് വിധേയരാക്കിയത്. വ്യാജരേഖകൾ നിർമ്മിക്കുകയും അവയുപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്തതിനാണ് ബഹ്റിൻ സ്വദേശികളായ പ്രതികൾക്കെതിരെ ഹൈ ക്രിമിനൽ കോടതി 5 കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. സഹോദരങ്ങളായ 2 കമ്പനി ഉടമകളായ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരകർ സാമൂഹിക ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ അനധികൃതമായി നേടിയെടുക്കുന്നതിനായി പുതിയ ജീവനക്കാരെ അവരുടെ വാണിജ്യ രജിസ്ട്രേഷൻ രേഖകളിൽ ചേർത്ത് 2 സ്ഥാപനങ്ങളെയും ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചെന്ന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നു. 10 പ്രതികളിൽ 3 പേർ പുരുഷന്മാരും 7 പേർ സ്ത്രീകളുമാണ്. 4 പേർ സഹോദരങ്ങളുമാണ്. നാളെ സെപ്റ്റംബർ 1 മുതൽ ബഹ്റിനിലേക്ക് യാത്ര ചെയ്യുന്ന അതിഥികളായി എത്തുന്ന യാത്രക്കാർക്ക് ഓക്കെ ടു ബോർഡ് സന്ദേശം ആവശ്യമില്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാർക്ക് ബഹ്റിനിലേക്കുള്ള വിസയുടെ വിവരങ്ങൾ ഇനി മുതൽ വിസ, LMRA വെബ്സൈറ്റ് എന്നിവ വഴി ഓൺലൈനായി പരിശോധിക്കാം. തൊഴിൽ വിസയും കുടുംബ വിസയും LMRAയുടെ വെബ്സൈറ്റിലൂടെയും സന്ദർശക വിസകളും ഫാമിലി വിസകളും വിസ വെബ്സൈറ്റിലൂടെയും പരിശോധിക്കാവുന്നതാണ്. വീട്ടുജോലിക്കാർക്കുള്ള വർക്ക് പെർമിറ്റ് LMRA വെബ്സൈറ്റിൽ ലഭിക്കും. യാത്രക്കാർ വിസയുടെ പ്രിന്റ് ഔട്ട് കൈവശം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇത് ചെക്ക് ഇൻ കൗണ്ടറുകളിലും എമിഗ്രേഷൻ കൗണ്ടറുകളിലും പരിശോധിക്കുമെന്നും എയർ ഇന്ത്യ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് എയർ ഇന്ത്യ സെയിൽസുമായി ബന്ധപ്പെടാവുന്നതാണ് എന്നും എയർലൈൻ അധികൃതർ അറിയിച്ചു. പത്തേമാരി പ്രവാസി മലയാളീസ് അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്റർ, അൽഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ, മനാമ സെൻട്രൽ ബ്രാഞ്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 170 പരം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കൊളസ്ട്രോൾ, പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദം, ക്രിയേറ്റിൻ, ലിവർ സ്ക്രീനിംഗ്, യൂറിക് ആസിഡ് എന്നീ പരിശോധന, മറ്റടിസ്ഥാന ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയവ സൗജന്യമായി സംഘടിപ്പിച്ചിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗതം രക്ഷാധികാരി സനോജ് ഭാസ്കറിനും ജനറൽ സെക്രട്ടറി അജ്മൽ കായംകുളം നന്ദിയും രേഖപ്പെടുത്തി. രക്ഷാധികാരി മുഹമ്മദ് ഇരക്കൽ, അൽഹിലാൽ മനാമ സെൻട്രൽ ബാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കിഷോർ ചന്ദ്രശേഖരൻ എന്നിവർക്ക് മെമന്റോ നൽകി ആദരിച്ചു. അസോസിയേഷൻ പ്രവർത്തകർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. KCA സമ്മർ ക്യാമ്പ് ഗ്രാൻഡ് ഫിനാലെയും KCA BFC ഓണം പൊന്നോണം 2025 ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മവും KCA അങ്കണത്തിൽ നടന്നു. BFC സെയിൽസ് ഹെഡ് അനുജ് ഗോവിൽ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ദേപുട്ട് റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ പാർവതി മായ, 107.2 FM റേഡിയോ ജോക്കി ശ്രീയ എന്നിവർ വിശിഷ്ട അതിഥികളായും പങ്കെടുത്തു. KCA അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. സമ്മർ ക്യാമ്പ് ഡയറക്ടർ ജൂലിയറ്റ് തോമസ്, ഓണം പൊന്നോണം 2025 കമ്മിറ്റി ചെയർമാൻ റോയ്സി ആന്റണി, മാവേലി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മെമ്പർഷിപ്പ് സെക്രട്ടറി സേവി മാത്തുണ്ണി, ട്രഷറർ നവീൻ അബ്രഹാം, അസിസ്റ്റന്റ് ട്രഷറർ നിക്സൺ വർഗീസ്, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സജി ലൂയിസ്, എന്റർടൈൻമെന്റ് സെക്രട്ടറി ജിയോ ജോയ്, ലോൺ സെക്രട്ടറി ജിൻസ് ജോസഫ് എന്നിവരും KCA വനിതാ വിഭാഗം പ്രതിനിധികളും KCA അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സമ്മർ ക്യാമ്പിൽ പങ്കെടുത്ത കോർഡിനേറ്റേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും മെമന്റോ നൽകി ആദരിച്ചു. പരിപാടികളോടനുബന്ധിച്ച് KCA സമ്മർ ക്യാമ്പ് കുട്ടികളുടെ കലാപരിപാടികളും KCA അംഗങ്ങളും കുടുംബാംഗങ്ങളും അണിയിച്ചൊരുക്കിയ
ഓണം സ്പെഷ്യൽ പ്രോഗ്രാമുകളും അരങ്ങേറി. KCA ഓണാഘോഷ മത്സരങ്ങൾ സെപ്റ്റംബർ 6 നടക്കുന്ന ഓണപ്പായസ മത്സരത്തോടെ ആരംഭിക്കുന്നതായിരിക്കും. ഓണസദ്യ സെപ്റ്റംബർ 12 സംഘടിപ്പിക്കും. ബഹ്റിനിലെ പ്രൊഫഷണൽ ടീമുകൾ മാറ്റുരയ്ക്കുന്ന വടംവലി മത്സരം സെപ്റ്റംബർ 19 ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന KCA ഓണാഘോഷ മത്സരങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് KCA ഓഫീസുമായോ മത്സര കൺവീനർമാരായോ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിനായി റോയ്സി ആന്റണിയെ 39681102 എന്ന നമ്പറിലും ജോബി ജോർജിനെ 39801678 എന്ന നമ്പറിലും ബന്ധപ്പെടാം. വൃദ്ധസദനങ്ങളിൽ ഓണപ്പുടവ വിതരണം ചെയ്ത് ബഹ്റിൻ AKCC ഓണാഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു. ഓണപ്പുടവ വിതരണം AKCC ഇരിഞ്ഞാലക്കുട രൂപത പ്രസിഡന്റ് ഡേവിസ് സീക്കൻ ഇരിഞ്ഞാലക്കുട സ്നേഹസദൻ അങ്കണത്തിൽ പുടവ സമ്മാനിച്ചുകൊണ്ട് നിർവഹിച്ചു. മൂല്യസങ്കല്പങ്ങളും ആദർശ ജീവിതവും അന്യം നിന്നു പോയിരിക്കുന്ന സമകാലിക ലോകത്ത് വൃദ്ധസദനങ്ങൾ ഏറിവരുന്നത് ആശങ്കാജനകമാണെന്നും ബഹ്റിൻ AKCCയുടെ ഇത്തരം ഉദ്യമങ്ങൾ മാതൃകാപരമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡേവിസ് സൂക്കൻ പറഞ്ഞു. ഇരിഞ്ഞാലക്കുട രൂപത AKCCയുടെ ജനറൽ സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ട്രഷറർ ആന്റണി എൽ തൊമ്മാന, ഷാജു, ഫ്രാൻസിസ് വാഴപ്പിള്ളി, സിസ്റ്റർ അനീസിയ ചാൾസൺ എന്നിവർ നേതൃത്വം നൽകി. ബഹ്റിൻ AKCC ലേഡീസ് വിംഗ് ഭാരവാഹി മെയ്മോൾ ചാൾസ് സ്വാഗതവും സിസ്റ്റർ ബെറ്റ്സി നന്ദിയും രേഖപ്പെടുത്തി. ബിസിനസ് ആവശ്യാർത്ഥം ബഹ്റിനിലെത്തിയ മലയാള സിനിമയിലെ പ്രശസ്ത നടനും നിർമ്മാതാവുമായ ജനപ്രിയ നായകൻ ദിലീപിന് ബഹ്റിൻ ലാൽ KS സ്നേഹോപഹാരം കൈമാറി. ലാൽ KS കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ, സെക്രട്ടറി ഷൈജു കമ്പ്രത്ത് എന്നിവർ ചേർന്ന് ദിലീപിന് മെമന്റോ സമ്മാനിച്ചു. പത്മഭൂഷൺ മോഹൻലാലും മുത്തുള്ള തന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ ദിലീപ് ലാൽ KS ഭാരവാഹികളുമായി പങ്കുവയ്ക്കുകയും കഴിഞ്ഞ 12 വർഷങ്ങളായി ബഹ്റിൻ ലാൽ KS നടത്തുന്ന സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ദിലീപ് അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ഇടവേള. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വോയിസ് ഓഫ് ബഹ്റിൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽഹിലാൽ മെഡിക്കൽ സെന്റർ മനാമയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 150ഓളം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷനായ യോഗത്തിൽ സെക്രട്ടറി സനോജ് വയനാട് സ്വാഗതവും പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റും കൺട്രി ഹെഡുമായ സുധീർ തിരുനിലത്ത് മുഖ്യ അതിഥിയായും പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് മോഹൻദാസ് നന്ദി രേഖപ്പെടുത്തി. തുടർന്നുള്ള വോയിസ് ഓഫ് ബഹ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്ന് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്നും വികസന പങ്കാളികളായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയിലെത്തിയെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യായമായ വ്യാപാരം ഉറപ്പാക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ചു നിൽക്കുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തിൽ പരസ്പര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് മോദിയുടെ സന്ദർശനവും ഷീ ജിൻപിങ് ുമായുള്ള ചർച്ചയും വളരെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങും. ബന്ധം നന്നാക്കേണ്ടത് 280 കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രധാനമെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യ ചൈന ചർച്ചകളെ സ്വാഗതം ചെയ്ത CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ലോകത്തിന് ഗുണകരമാണെന്ന് CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. ചൈനയിലെ ടിയാൻജിനിൽ നിന്ന് വരുന്നത് നല്ല വാർത്തകളെന്നും ഇത് സന്തോഷകരമാണെന്നും ബേബി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നത് ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹായകമാകുമെന്നും CPM ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തുരങ്കപാത പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള 3ാമത്തെ തുരങ്കപാതയായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും ഇത്. പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് തുരങ്കപാത. പല വാഗ്ദാനങ്ങളും ജനങ്ങൾ കണ്ടതാണ്. 2016 ശേഷം നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടുമെന്ന ശുഭപ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ജനതയുടെ ദീർഘകാല സ്വപ്നത്തിന്റെ
സാഫല്യം കൂടിയായി തുരങ്കപാതയുടെ നിർമ്മാണം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എവിടെ നോക്കിയാലും കിഫ്ബിയുടെ പദ്ധതികളാണ്. 90,000 കോടിയുടെ പദ്ധതികൾ കിഫ്ബി ഏറ്റെടുത്തതായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.